ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഇന്ന് മുതൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞു മക്കളല്ലേ, അതുകൊണ്ട് അക്ഷരം മുതൽ തുടങ്ങാം. മക്കളെ, ആദ്യമായി സ്വരാക്ഷരങ്ങൾ, പിന്നീട് വ്യഞ്ജനാക്ഷരങ്ങൾ, അതിനുശേഷം കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടെക്സ്റ്റ് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിൽ അക്ഷരം പഠിക്കാം അല്ലേ? അതല്ലേ ശരി. നമുക്ക് ഈ സ്വരാക്ഷരങ്ങളാണ് ആദ്യമായി എഴുതിയിരിക്കുന്നത്. സ്വരാക്ഷരങ്ങൾ ആ എന്ന് തുടങ്ങുന്നതാണ്. ഹിന്ദിയും മലയാളം കൂടി എഴുതിയിട്ടുണ്ട്, സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങളായതുകൊണ്ട്. ഓക്കെ, ഹിന്ദിയിൽ എഴുതുന്ന നോക്കിയേ. ആ, ആ, ഈ, ഈ എന്ന് എഴുതുമ്പം മുകളിൽ ചെറിയ ഒരു കൊളുത്ത് പോലെ കണ്ട, സി പോലെ. ഉ, ഊ, ഇറ, എ, ഐ, ഓ, ഔ, അം, ആ. അതിലെ മലയാളത്തിൽ നിന്ന് 2 അക്ഷരം നമുക്ക് കുറവാണ്. എ കഴിഞ്ഞാൽ മലയാളത്തിലെ എ, ഐ, ഓ, ഔ, അം, ആ അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നു. എ കഴിഞ്ഞാൽ ഹിന്ദിയിലെ ഐ ആണ്, എ എന്നില്ല. അപ്പോൾ എ, ഐ, ഓ കഴിഞ്ഞാൽ ഓ എന്നില്ല, ഔ ആണ്. അതാണ് എ, ഐ, ഓ, ഔ, അം, ആ. അവിടെ ശ്രദ്ധിച്ച് വേണം നോക്കാൻ കേട്ടോ. അടുത്ത നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് നോക്കാം. വ്യഞ്ജനാക്ഷരങ്ങൾ മലയാളത്തിലെ 36 ആണ്, അറിയല്ലേ? ഹിന്ദിയിലെ 33 ആണ്. ക മുതൽ ഹ വരെ ഉള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി അക്ഷരങ്ങളുടെ മുകളിൽ മലയാളം എഴുതിയിട്ടുണ്ട്. ഒരു അക്ഷരത്തിൻ്റെ മുകളിലായി കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ? ക എന്ന് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന നോക്കിയേ. ക, ഇഖ, ഗ, ഖ, ങ. ങ എഴുതുമ്പോൾ ആ അക്ഷരത്തിൻ്റെ അടിയിൽ കണ്ടൊരു ചെറിയ കുത്ത് അത് കൊടുത്ത് വേണം എഴുതാൻ. ച, ഛ, ജ, ജ, ഞ. ഛ, ഛ കണ്ടില്ലേ എഴുതിയിരിക്കുന്നേ? ജ, ഇജ, ഞ. ട, ഠ, ഡ, ഇഢ, ണ. ഢ എഴുതുമ്പോൾ അടിയിൽ ചെറിയ കുത്ത് കൊടുക്കാം. അടുത്ത നോക്കിയേ. ത, ഥ, ദ, ധ, ന. പ, ഫ, ബ, ഫ, മ. യ, ര, ല, വ, ശ. ശ എഴുതുമ്പോൾ കണ്ടില്ലേ ഒന്നുകൂടെ കേട്ടോ. ശ, ഷ, സ, ഹ. ഇതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. അതായത് ക മുതൽ ഹ വരെ. അത്രയും നോക്കി കൃത്യമായി പഠിക്കണം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് ടീച്ചേഴ്സ് അക്ഷരങ്ങൾ എഴുതുവാൻ പറയും, എഴുതി കാണിക്കാൻ പറയും കേട്ടോ. അതിന് ശേഷമേ ടെക്സ്റ്റ് ടീച്ചേഴ്സ് തുടങ്ങും. അതുകൊണ്ട് കൃത്യമായി അത് എഴുതി പഠിക്കുക. അടുത്ത നമുക്ക് നോക്കാം. ള, ഴ, റ എന്നിവ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ പകരമായി, അതായത് ള, ഴ, റ എന്നുള്ളത് മലയാള അക്ഷരങ്ങൾ, അത് ഹിന്ദിയിലും യൂസ് ചെയ്യും. അത് ള എഴുതുമ്പോൾ ള, ഴ എന്നെഴുതുമ്പോൾ ഷ എന്ന അക്ഷരം എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ കണ്ടില്ലേ ചെറിയൊരു കുത്ത് ഇടുമ്പോൾ ഴ ആയി മാറും. റായ്ക്ക് ര എഴുതും. അപ്പോൾ ളായ്ക്ക് ല, ഴ എന്നെഴുതുമ്പോൾ ഷ എഴുതി അടിയിൽ കുത്തണം. റായ്ക്ക് ര. അതാണ് അക്ഷരങ്ങൾ, അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത നോക്കിയേ. ഇക്ഷ, ഇത്ര, ഇജ്ഞ പഠിച്ചിട്ടുണ്ടല്ലോ. ഇക്ഷ എഴുതുന്ന രീതി നോക്കി പഠിക്കണം കേട്ടോ. ഇത്ര എന്ന് 2 രീതിയിൽ എഴുതാം. ത എഴുതി ഉള്ളേ വെട്ടാം. കെ എന്ന ഇംഗ്ലീഷിലെ അക്ഷരം തിരിച്ചിടുമ്പോൾ ഇത്ര ആയി മാറുന്നു. പിന്നെ ഇജ്ഞ, അജ്ഞ പഠിക്കണം. വിജ്ഞാനം കേട്ടോ, ജ്ഞാനം എന്നൊക്കെ എഴുതുമ്പോൾ അത് ഇജ്ഞ എന്നുള്ള അക്ഷരം വേണം. അപ്പം ഇക്ഷ, ഇത്ര, ഇജ്ഞ എഴുതിയിരിക്കുന്നത് അതേപോലെ നോക്കി എഴുതി പഠിക്കുക. അടുത്ത നമ്മൾ എഴുതിയിരിക്കുന്നത് കൂട്ടക്ഷരങ്ങളാണ്. നോക്കിയേ. ഇക്ക, ഇച്ഛ, ഇത്ത, ഇപ്പ, ഇമ്മ എന്നാൽ ഞാൻ എഴുതിയിരിക്കുന്ന കുറേ ഉണ്ട്. ഇക്ക അതെന്ന് നോക്കി അത് പറഞ്ഞുതരാം. ഏത് അക്ഷരത്തിൻ്റെ കൂട്ടക്ഷരമാണോ ഉപയോഗിക്കുന്നത് ആ അക്ഷരത്തിൻ്റെ പകുതി ആദ്യം എഴുതണം. അതിനുശേഷം ആ അക്ഷരം ഫുള്ളായി എഴുതണം. ആദ്യം നോക്കി ഇക്ക ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക എന്ന അക്ഷരത്തിൻ്റെ പകുതി എഴുതിയതിന് ശേഷം ക എഴുതുക. ച എഴുതുമ്പോൾ ചായയുടെ പകുതി എഴുതി ച എഴുതുക. താന്ന് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? തായുടെ പകുതി എഴുതിയിട്ട് ത എന്ന അക്ഷരം പൂർണ്ണമായി എഴുതണം. പ എന്ന് എഴുതുമ്പം പായുടെ പകുതി എഴുതി പ പൂർണ്ണമായി എഴുതുക. മ എന്ന് എഴുതുമ്പം മാ എന്ന അക്ഷരത്തിൻ്റെ പകുതി എഴുതിയിട്ട് മാ എന്ന അക്ഷരം പൂർണ്ണമായി എഴുതണം. അങ്ങനെയാണ് കൂട്ടക്ഷരങ്ങൾ എഴുതുന്നത്. മനസ്സിലായി കാണുമല്ലോ. അടുത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത് ചിഹ്നങ്ങളാണ്.
അതായത് ഈ കാ മുതൽ ഹാ വരെയും ഇക്ഷ ഇത്ര ഇജ്ഞയൊക്കെ പഠിച്ചു. അതിൻ്റെ എല്ലാം കൂടെ എന്ത് ചെയ്യും, ചിഹ്നങ്ങൾ യൂസ് ചെയ്താലേ നമുക്ക് വേർഡ്സ് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. ആ ചിഹ്നങ്ങൾ മലയാളത്തിലുണ്ടല്ലോ, കാ കാ, കീ കീ, കൂ കൂ, അങ്ങനെ. അതുകൊണ്ട് കാ മുതൽ ഹാ വരെയുള്ള എല്ലാ അക്ഷരത്തിൻ്റെയും കൂടെയുള്ള പിരിവുകൾ എഴുതി നോക്കണം കേട്ടോ, എഴുതി പഠിക്കണം. എന്നെങ്കിൽ നമുക്ക് ശരിയായിട്ട് വായിക്കുവാനും എഴുതുവാനും കഴിയും. ഓരോ അക്ഷരത്തിൻ്റെയും കൂടെ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് ഞാൻ തന്നിരിക്കുന്നത്. ആ ഒരു ടേബിൾ കണ്ടില്ലേ. അതിൻ്റെ താഴേക്ക് എക്സാമ്പിളായി 2 അക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ചിഹ്നങ്ങൾ സ്വരാക്ഷരത്തെ ബേസ് ചെയ്താണ് ചിഹ്നങ്ങൾ യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. കാ എന്ന് വരുമ്പോൾ ആ, മനസ്സിലായില്ലേ. കാ എന്ന് എഴുതുമ്പോൾ ആ. കീ ഈ, കീ എന്ന് വരുമ്പോൾ എങ്ങനെ, ഈ. കൂ ഊ, കൂ എന്ന് വരുമ്പോൾ ഊ. കീറോ ഈറോ, കെ എ, കൈ ഐ, കോ ഓ, കൗ ഔ, കം അം, ക അ. അതാണ് സ്വരാക്ഷരത്തെ ബേസ് ചെയ്താണ് ചിഹ്നങ്ങൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് കാ നോക്കിയിരിക്കണം. കാ കാ, ഏത് അക്ഷരത്തിൻ്റെ കൂടെയും ആ കാ എന്നുള്ള ചിഹ്നം കൊടുക്കണം. അടുത്ത നോക്കിയ കീ ലെഫ്റ്റിലെ, അടുത്ത നോക്കിയ കീന്ന് ചുറ്റിക്കെട്ടി മലയാളത്തിൽ ഇടുമ്പോൾ അത് റൈറ്റിലേക്ക് മാറ്റുക. പിന്നെ കൂന്ന് എഴുതുമ്പം തിരിച്ചങ്ങോട്ട് വയ്ക്കണം കേട്ടോ. കീറോ എന്ന് എഴുതുമ്പോൾ ആ അക്ഷരത്തിൻ്റെ അടിയിൽ സി പോലെ. കെ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ മുകളിൽ വരയ്ക്ക് മുകളിൽ 1 വര. കൈ എന്ന് എഴുതുമ്പോൾ ആ വരയ്ക്ക് മുകളിൽ 2 വര. കോ എന്ന് എഴുതുമ്പോൾ താഴെ 1 വരയും മുകളിൽ 1. കൗ എന്ന് എഴുതുമ്പോൾ താഴെ ഭാഗത്തെ താഴെ 1 മുകളിൽ 2മാണ്. കം മുകളിൽ ഒരു കുത്ത് കൊടുക്കുക, ക എന്നുള്ള താഴെ 2 കുത്ത്. അങ്ങനെയാണ് എല്ലാ അക്ഷരത്തിൻ്റെ കൂടെയും എഴുതുന്നത്. അടുത്ത് നോക്കിയേ. ഗാ ഗാ ഗാ, ഗീ ഗീ, ഗു ഗു, ഗീറോ ഗേ, ഗൈ ഗോ, ഗൗ ഗം ഗ. അത് എഴുതിയെന്ന് വെച്ചാൽ നമ്മൾ കാ മുതൽ ഹാ വരെ എഴുതിയ എല്ലാ അക്ഷരങ്ങളും എഴുതിയപ്പോൾ അതിൽ 3 അക്ഷരത്തിൻ്റെ കൂടെ ചിഹ്നം ഉണ്ടായിരുന്നു. ഏതൊക്കെയാ നോക്കിയേ. ഷ ഗ ണ. അതിൻ്റെ കൂടെ മാത്രമാണ് ഓരോ ചിഹ്നങ്ങൾ അന്നേരേ ഉള്ളത്. അത് ദീർഘം. ഇവിടെ ഗാന്ന് എഴുതുമ്പോൾ ആ ദീർഘത്തോടു കൂടിയാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. ഗാന്ന് എഴുതുമ്പോൾ കണ്ടില്ലേ, ഒരു ദീർഘം കൂടി എഴുതണം. പിന്നെ ഗീ ഗീ ഗു അറിയാം. ഗു ഗീറോ ഗേ, ഗേ എന്ന് എഴുതുമ്പോൾ കണ്ടോ മുകളിലൊരു വര. ഗൈ എന്ന് എഴുതുമ്പോൾ എത്രയാണ്, മുകളിൽ 2 വര. ഗോ ഗൗ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം. ഗോ എന്ന് എഴുതുമ്പോൾ ആ ചിഹ്നം കാണണം കേട്ടോ. ഗേ ഗൈ ഗോ ഗൗ അവിടെ എഴുതി പഠിക്കണം കേട്ടോ. അതുപോലൊക്കെ ഷേ ഷൈ ഷോ ഷൗ, നേ നൈ നോ നൗ, അത് ശ്രദ്ധിച്ചെഴുതണം. ഇവിടെ ഗേ എന്ന് എഴുതുമ്പോൾ 1 വരയുണ്ട് മുകളിൽ. അതിൻ്റെ ആ അക്ഷരത്തെ ആ ചിഹ്നത്തെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചിഹ്നമുണ്ട് താഴെ. അറിയാലോ അക്ഷരം അങ്ങനെ എഴുതുന്നേ. ഗൈക്കും അങ്ങനെയാണ്. ഗോ എന്ന് വരുമ്പോൾ താഴെ നോക്കി 2 വരയാണ്, അതായത് 2 ദീർഘങ്ങളാണ്, 1 അക്ഷരത്തിൻ്റെയും 1 അല്ലാതെയും. ഗൗ എന്ന് എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് എവിടെ തെറ്റും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം അവിടെ പഠിക്കാൻ. ഈ 3 അക്ഷരത്തിൻ്റെയും ചിഹ്നങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ, തെറ്റാതെ. ഓക്കെ, ഇതാണ് അക്ഷരങ്ങൾ കേട്ടോ. ഇത്രയൊക്കെ ആകുമ്പോഴേക്കും വായിക്കാൻ പറ്റും. നമുക്ക് അടുത്ത ക്ലാസ്സിലെ ടെക്സ്റ്റ് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കുഞ്ഞുമക്കളും എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.